ഹലോ ട്രേഡേഴ്സ്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാംസ്റ്റർ കോംപാക്ടിന് എയർ ഡ്രോപ്പ് ഡേറ്റ് ഒരു മുൻകൂട്ടി പറഞ്ഞിട്ട് അതേപോലെ തന്നെ ബൈനാൻസിലും ബാക്കിയുള്ള എക്സ്ചേഞ്ചിലും നമ്മുടെ ഈ മാസം 26 ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം നമ്മുടെ സെപ്റ്റംബർ 20 നമുക്ക് അവസാനമായിട്ട് നമ്മുടെ ചെയിൻ അഡ്രസ്, അതായത് നമ്മുടെ ഏത് വാലറ്റ് അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചുമായിട്ട് നമ്മുടെ എയർ ഡ്രോപ്പിന് വേണ്ടി കണക്ട് ചെയ്യാന്നുള്ളതിന്റെ ഫൈനൽ ഡേറ്റ്. സോ അത് എങ്ങനെ കണക്ട് ചെയ്യാം? ഇനിയിപ്പോൾ നിങ്ങൾ 18 ദിവസം താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വെരിഫിക്കേഷൻ ചെയ്യുന്നത്, അതായത് എക്സ്ചേഞ്ചിലേക്ക് വെരിഫിക്കേഷൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഗവൺമെന്റ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് വേണം. അതില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലറ്റുകളിലേക്ക് എടുക്കേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ വേറൊരാളുടെ എക്സ്ചേഞ്ചിലേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യാം, എല്ലാം എക്സ്പ്ലെയിൻ വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ വാലറ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ 3 വാലറ്റിന്റെ ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് വാലറ്റ് ഇൻ ടെലഗ്രാം, ഒന്ന് EBI എക്സ്ചേഞ്ച്, ഒന്ന് ഓൺ ചെയിൻ എയർ ഡ്രോപ്പ്. വാലറ്റ് ഇൻ ടെലഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് KYC, അതായത് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ടെലഗ്രാം അക്കൗണ്ട് ആയിട്ട് വാലറ്റ് ഉണ്ടാവുമല്ലോ. ഇവിടെ നിങ്ങൾ കളക്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയി, ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ വാലറ്റുമായിട്ട് കണക്ട് ആയി. ഈ വാലറ്റുമായിട്ട് കണക്ട് ജസ്റ്റ് ലൈക്ക് ഇതിന്റെ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങൾ കൊടുക്കുക, യു ആർ ഓൾ സെറ്റ്, റിട്ടേൺ ടു ഹാംസ്റ്റർ കോമ്പാക്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിൽ സാധനം കിട്ടി. അത്രയും സിമ്പിൾ ആണ് നിങ്ങൾ വാലറ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതായത് ഇവിടെ വിഡ്രോയിൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കണക്റ്റഡ് വാലറ്റ് ആണ്, ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്യാം. റീസെറ്റ് ചെയ്ത ശേഷം അത് നിങ്ങൾക്ക് കാണിച്ചു വേണ്ടിയാണ് റീസെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് എന്നുണ്ടാവും. ആ ഓൺ ചെയിൻ എയർ ഡ്രോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നോ KYC, ഇവിടെ കണക്ട് വാലറ്റ് എന്നുണ്ടാവും. അപ്പോൾ ഈ കണക്ട് വാലറ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള വാലറ്റുകൾ കാണിക്കും. വ്യൂ ഓൾ വാലറ്റ് ഇൻ യുവർ ഫോൺ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോൺ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ നേരെ ടോൺ കീപ്പറിൽ സെറ്റ് ചെയ്യുക, ഇവിടെ എസ് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് നേരെ ഓപ്പൺ ആയി വരും. ഇതേ കുറച്ച് മുന്നേ ചെയ്ത പോലെ തന്നെ ഇവിടെ എസ് എന്നുള്ള പെർമിഷൻ ചോദിക്കും, അതായത് കണക്ട് ചെയ്യണോ കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കുക, പിന്നെ നിങ്ങൾ വെച്ചിട്ടുള്ള പാസ്വേഡ് എന്താണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ആയി. ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി വാലറ്റുകൾക്കൊന്നും ഒരു തരത്തിലുള്ള നമ്മുടെ KYC ഡീറ്റെയിൽസ് ഇൻഫർമേഷനും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇവിടെ തൊട്ട് താഴെ EBI എക്സ്ചേഞ്ച് ആണെങ്കിലും അതേപോലെ തന്നെയാണ്. ഇവിടെ ഗ്യാസ് ഫീസും ഇല്ല, അതേപോലെ തന്നെ നോ KYC എന്നാണ്. ഇതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ക്ലിക്ക് ആണ്. ഇനി അതേസമയം നിങ്ങളുടെ ബൈനാൻസോ ബൈബിറ്റോ OKX ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ബൈനാൻസ് കാണിച്ചു തരാം. നിങ്ങൾ ബൈനാൻസ് എക്സ്ചേഞ്ച് കൊടുക്കുക. അപ്പോൾ ബൈനാൻസ് എക്സ്ചേഞ്ചിൽ ചെയ്യണോ വേണ്ടേ എന്നുള്ള ചോദിക്കുക വരും. അതായത് ബൈനാൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ആദ്യം ഒരു ചോദിക്കും. അപ്പോൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് ഐ ഹാവ് ഇറ്റ് എന്ന് കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ബൈനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ റെഫറൽ അക്കൗണ്ടിൽ നിങ്ങൾ ബൈനാൻസ് തുടങ്ങാൻ വേണ്ടിയാണ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നത്. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡെപ്പോസിറ്റ് അഡ്രസ് അതുപോലെ മെമ്മോ അഡ്രസ് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ബൈനാൻസോ അല്ലെങ്കിൽ ബൈബിറ്റ് ഏതോ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. ആ ഒരു എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫണ്ടിങ് വാലറ്റോ അല്ലെങ്കിൽ സ്പോട്ട് വാലറ്റോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ സ്പോട്ട് വാലറ്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഡെപ്പോസിറ്റ് കൊടുക്കുക. ഞാൻ ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ഹാംസ്റ്റർ കോമ്പാക്ട് ആണ്. അപ്പോൾ സോ ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകപ്പാടെ നമുക്ക് ടെലഗ്രാം ബോട്ടുകളിൽ നിന്ന്, മെജോറിറ്റി ടെലഗ്രാം ബോട്ടുകളിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ടോൺ ചെയിൻ ആണ്. സോ ടോൺ ചെയിൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് അഡ്രസ്സും അതേപോലെ തന്നെ മെമ്മോ അഡ്രസ്സും കിട്ടും. അതിൽ ഡെപ്പോസിറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക, നേരെ വരിക, ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. തൊട്ട് താഴെ മെമ്മോ അഡ്രസ്സ് ചോദിക്കും, അതിന് വേണ്ടിയിട്ട് മെമ്മോ അഡ്രസ്സ് എടുക്കുക, അത് കോപ്പി ചെയ്യുക, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ ഒരു ആദ്യം പറയും, ഇപ്പൊ കണ്ടോ ബൈനാൻസ് എക്സ്ചേഞ്ച് കൊണ്ട് ഇവിടെ ഒരു ടിക്ക് ഇല്ല, നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്ടിന് മാത്രം ടിക്കുള്ളൂ. ഇത് കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രീൻ ടിക്ക് ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സേവ് ആൻഡ് ചൂസ് കൊടുത്തു. ഓക്കെ, വെൽ ഡൺ കണക്റ്റഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ കണ്ട ഗ്രീൻ ടിക്ക് ഒന്ന് ബാക്ക് അടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ വിഡ്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബൈനാൻസ് എക്സ്ചേഞ്ചിന്റെ അവിടെ ഒരു ഗ്രീനിൽ ടിക്ക് വന്നിട്ടുണ്ട്. ഇത്തരത്തിലാണ് നിങ്ങൾ വാലറ്റ് ആയിട്ടും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ആയിട്ടും കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്ന മെത്തേഡ് ഏതാണ്, ആ ഒരു മെത്തേഡ് മാത്രം യൂസ് ചെയ്യുക. ഞാൻ ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ റീസെറ്റ് ചെയ്തിട്ട് എക്സ്ചേഞ്ചിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തത്. കാരണം ഞാൻ എപ്പോഴും എക്സ്ചേഞ്ച് ആണ് കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള ഒരു എയർ ഡ്രോപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. പിന്നെ വലിയൊരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറയാം, ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ ഗെയിമിന് മോർ ദാൻ 300 മില്യൺ പ്ലേയേഴ്സ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ അത് 100 മില്യൺ ആൾക്കാർക്കാണ് റിവാർഡ് കിട്ടുന്നത് എന്ന് നമുക്ക് കരുതിയാൽ പോലും ഒരാൾക്ക് $10 പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് $10 നമ്മൾ എയർ ഡ്രോപ്പ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഹാംസ്റ്റർ കോമ്പാക്ട് ഈസ് ഗിവിംഗ് അവേ ഓൾമോസ്റ്റ് $1 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 8500 കോടി രൂപയാണ്. അത്രയും രൂപ ആക്ച്വലി ഒരു ടെലഗ്രാം ബോട്ട് എയർ ഡ്രോപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഇമാജിനറി. തിങ്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല എനിക്ക്. സോ നിങ്ങൾ ആരും വലിയ ഹോപ്സ് അല്ലെങ്കിൽ വലിയ കോയിൻ ഒന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്യരുത്. വളരെ ചെറിയൊരു എയർ ഡ്രോപ്പ് ആവാനാണ് സാധ്യത, കാരണം ഇത്രയധികം ആൾക്കാർ കൂടുന്നതുകൊണ്ട്. പിന്നെ ഗൈസ് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മൾ പറയാം, നമ്മുടെ ടെലഗ്രാമിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിന് ലിങ്ക് താഴെ കൊടുത്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കൊടുത്താൽ ഇത്തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്ന് തോന്നുന്ന എയർ ഡ്രോപ്പുകളും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക്സ് നമ്മുടെ ഈ ഗ്രൂപ്പിലും ചാനലും ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലും അതേപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലും കൂടി ജോയിൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ഇനി നാളെയും മറ്റൊന്നൊക്കെ ക്യാഷ് തരുന്ന ഓരോ എയർ ഡ്രോപ്പുകളിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക്സ് നമ്മുടെ ആ ഗ്രൂപ്പുകൾ വരുന്നതാവും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.